ഞങ്ങളെ കൊണ്ട് ഇവിടെ ഒരു പാവക്കൂത്ത് കളിപ്പിക്കായിരുന്നല്ലേ? നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് പറപ്പ് തോന്നും മേഘനെ. മിഥുൻ, അത്രയും വലിയ വാക്കൊന്നും പറയല്ലേ. ഏത് സാഹചര്യത്തിലാ മേഘനയ്ക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ മോനെ? പിന്നെ വേണം. മേഘന കാണിക്കുന്നതെല്ലാം വലിയ വലിയ കാര്യങ്ങളാ. അവൾ എന്ത് തെണ്ടിത്തരം പറഞ്ഞാലും അതെല്ലാം മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ലേ? ഇത് തന്നെയല്ലേ അങ്കിൾ പറയാൻ പോകുന്നേ? ഇത്രയും വലിയൊരു ചതിക്ക് ശേഷം എന്തിനാ അങ്കിൾ അവളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? മഞ്ജരി, നീ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇടപെടും. ഇങ്ങനെ ഒരു പെരുങ്കള്ളിയെ എന്തിനും ഏതിനും അങ്കിൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അതിനാദ്യം അങ്കിളിനെ വേണം പറയാൻ. ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്നോ? മറ്റുള്ളവർ വെറും കിഴങ്ങന്മാരെന്ന രീതിയിൽ ഇവിടെ ഇത്ര വലിയ നാടകം കളിച്ചിട്ട് അതിനെ ചുക്കാൻ പിടിക്കാൻ ഏത് വകുപ്പിൽ അങ്കിൾ വരുന്നേ? നീ ഒരു മഹാനടിയാണ് മേഘനെ. നിന്നെ കണ്ണടച്ച് വിശ്വസിച്ചതിന് എനിക്ക് നല്ല പ്രതിഫലം നീ തിരിച്ചു തന്നത്. ഇനി ജീവിതകാലം മുഴുവൻ അറപ്പോടും വെറുപ്പോടും അല്ലാതെ നിന്നെ കാണാൻ പറ്റില്ല എനിക്ക്. നിനക്ക് ഒരു തുള്ളി വിഷം വാങ്ങി തന്ന് എന്നെ കൊല്ലായിരുന്നില്ലേ? ഇനി ഈ ജന്മത്തിൽ ഒരിക്കൽ പോലും നീ എന്റെ മുമ്പിൽ വരരുത്. മിഥുനേട്ടാ, മിഥുനേട്ടാ. മിഥുനേട്ടാ, മിഥുനേട്ടാ, മിഥുനേട്ടാ. മേഘന, മേഘന എന്തു പറ്റി? എന്തിനാ നീ കരയുന്നേ? അപ്പൊ ഇതൊക്കെ എന്റെ വെറും ഭ്രമമായിരുന്നോ? എന്താ മോളെ പറ്റിയേ? നീ എന്തിനിപ്പോ അങ്ങനെ വിളിച്ചേ? ഒന്നുമില്ല, ഒന്നുമില്ല അച്ഛാ. ആശുപത്രി പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. അവക്ക് നല്ല ക്ഷീണം കാണും. മോള് പോയി കുറച്ചു നേരം വിശ്രമിക്കേ. അതെ മേഘനെ, ഒരിക്കൽ കൂടി പറയാ, ശ്രദ്ധിച്ചു കേൾക്ക്. മഞ്ജരി എന്ന് പറഞ്ഞതൊന്നും ഓർത്ത് വെറുതെ വിഷമിക്കാൻ നിൽക്കണ്ട. മനസ്സെപ്പോഴും ശാന്തമായി വെക്കണം. ഞാനുണ്ടാവും കൂടെ. ഈശ്വര, ഞാനിപ്പോ സത്യം പറഞ്ഞില്ല. എങ്ങാനും സത്യം പറഞ്ഞിരുന്നെങ്കിൽ മിഥുനേട്ടന്റെ വെറുപ്പും വിദ്വേഷവും മാത്രമേ ബാക്കി ഉണ്ടാവുമായിരുന്നുള്ളൂ. പിന്നെ മരിക്കുന്നത് വരെ എന്നെ അകറ്റി തന്നെ നിർത്തിയേനെ. പക്ഷെ ഞാൻ പറഞ്ഞ ഈ കള്ളം ഇനി എത്ര നാളെന്ന് വെച്ച ചുമന്നുകൊണ്ട് നടക്ക? എത്ര കാലം ഞാൻ ഇവരെങ്ങനെ പറ്റിക്ക? വേറെ മാർഗമില്ല. മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഈ നുണയുടെ ഭാരം ഞാൻ ചുമന്നേ പറ്റൂ. ബിസിനസ് കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. എല്ലാരെയും കമത്തി അടിച്ചു മുന്നേറാൻ നിങ്ങളെക്കാളും സാമർത്ഥ്യം ഇവിടെ മറ്റാർക്കാ ഉള്ളത്? എന്നാലും എനിക്കൊരു ചെറിയ അഭിപ്രായം പറയണമെന്നുണ്ട്. എന്റെ നന്മ ആഗ്രഹിക്കുന്നവനല്ലേ, അപ്പൊ അത് നല്ല അഭിപ്രായം തന്നെയാവും. എന്താന്ന് പറ. ഈ ഭാരത് ടൗൺഷിപ്പിന്റെ ടെൻഡർ ജയിക്കാന്നുള്ളത് അത്ര നിസ്സാരപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ കരുതണ്ട. മിഥുനു പകരം നിങ്ങളുടെ കയ്യിൽ അത് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ മംഗലാപുരത്തെ ബിഗ് ഷോട്ട്സ് മൊത്തം നിങ്ങളുടെ ചുറ്റും വട്ടം കറങ്ങിയേനെ. പക്ഷെ അതിനു പകരം ഇപ്പൊ മിഥുന്റെ പേരാ കച്ചവട സാമ്രാജ്യം മൊത്തം മുഴുങ്ങി കേൾക്കുന്നത്. ഇതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നു. വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറ. നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ പ്രവീൺ സർ? ആ ഭാരത് ടൗൺഷിപ്പിന്റെ പ്രസന്റേഷനില് ഫസ്റ്റ് പ്ലേസിലും മിഥുൻ എത്തിയെന്നിരുന്നാലും തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളല്ലേ. അതായത് മിഥുനെങ്ങാനും ആ പ്രോജക്റ്റ് മിസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കും. ആ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. അതിന് ഇപ്പോഴും വൈകുന്നു കരുതണ്ട മാധവ്. കുതിരപ്പന്തയത്തിൽ ആദ്യം ഓടുന്ന കുതിര വീണു പോയി കഴിഞ്ഞാൽ പുറകെ വരുന്ന കുതിരയോടി വിജയത്തിലെത്തും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. ഈ മത്സരക്കളത്തിൽ നിന്നും മിഥുനെ ആട്ടി പായിക്കാൻ കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്ട് നിങ്ങളുടെ കയ്യിലിരിക്കും. എക്സാക്ട്ലി. മിഥുൻ ഇല്ലാണ്ടായ പിന്നെ
പ്രോജക്റ്റ് എന്റെ കയ്യിൽ തന്നെ എത്തുമല്ലേ? അതിന് മിഥുൻ എന്ന കുതിര കളത്തിൽ താഴെ വീണ് കാലൊടിയണം. ഇപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയത്. ഇനി അതിനുള്ള വഴി എന്താണെന്ന് നോക്ക്. എങ്ങനെയെങ്കിലും ആ ഭാരത് ടൗൺഷിപ്പ് പ്രോജക്റ്റ് കൈക്കലാക്കാൻ ശ്രമിക്ക്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. അയാള് പറഞ്ഞത് വലിയൊരു പോയിന്റാണ് അമ്മാവ. ഇതിനിപ്പോ നമ്മളെന്താ ചെയ്യേണ്ടത്? ചെയ്യാനെന്തിരിക്കുന്നു? നമ്മൾ നടക്കുന്ന പാതയിൽ കല്ലോ മുള്ളോ തടസ്സമായി കിടന്നാൽ നമുക്കെടുത്ത് വലിച്ചെറിയാൻ പറ്റും. പക്ഷെ ആ മിഥുൻ മുള്ളുമല്ല കല്ലുമല്ല. അവൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നൊരു മഹാപർവ്വതമാണ്. പക്ഷെ ആ പർവ്വതത്തെ തകർക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറും. എക്സാക്ട്ലി അമ്മാവ. അപ്പൊ ആ മിഥുൻ എന്ന മഹാപർവ്വതത്തെ നമ്മുടെ പാതയിൽ നിന്നും എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ചിന്തിക്കുക. അവൻ നിലംപതിച്ചു കഴിഞ്ഞ ആ ഭാരത് ടൗൺഷിപ്പ് പ്രൊജക്ട് തന്നെത്താനെ നമ്മുടെ കൈകളിൽ വന്നു ചേരും. ഐഡിയ കൊള്ളാം അമ്മാവ. പക്ഷേ മാർഗം എന്താ? നീ ഒരു കാര്യം ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും അവന്റെ വീടിന് ചുറ്റും ഒരു നിരീക്ഷണ വലയം സൃഷ്ടിക്കണം. നമുക്കൊരവസരം കിട്ടും. അവനോ അവന്റെ വീട്ടുകാരോ എന്തെങ്കിലും ഒരു പഴുത് നമ്മുടെ മുമ്പിലേക്ക് വലിച്ചെറിയും. അതിൽ പിടിച്ചു വേണം ഇനി നമുക്ക് മുന്നേറാൻ. കാര്യം പിടികിട്ടിയല്ലോ? പിടികിട്ടിയ അമ്മാവ. എന്നാ പിന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ശരി. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു കുഞ്ഞുണ്ടെന്ന് എനിക്ക് കള്ളം പറയേണ്ടി വന്നു. എന്റെ ഗർഭത്തിൽ മിഥുനേട്ടന്റെ കുഞ്ഞു വളരുന്നുണ്ടെന്നൊരു വലിയ കള്ളം എനിക്ക് പറയേണ്ടി വന്നു ചാരു. ഇതിന്റെ വില നിനക്കറിയാവുന്നതുകൊണ്ടല്ലേ നിനക്കത് തിരിച്ചെടുക്കാൻ തോന്നിയത്? അങ്ങനെയല്ലേ ചാരു? ജീവിതത്തിന്റെ കാര്യത്തിലും നമ്മൾ കൈവിട്ട് കളയുന്ന ചില കാര്യങ്ങൾ പിന്നീട് കിട്ടിയെന്ന് വരില്ല. എപ്പോഴും ഇങ്ങനെ കയ്യിൽ നിന്ന് വഴുകി പോകുന്നത് എടുത്തു തരാൻ ആരെങ്കിലും വന്നൊന്നും വരില്ല. പ്രായത്തിന്റെ പക്വതക്കുറവുകൊണ്ട് വിലയറിയാതെ നമ്മൾ ചിലതെല്ലാം തള്ളിക്കളയും. പിന്നീട് ചിന്തിക്കുമ്പോഴേ നമുക്ക് ആ തെറ്റ് മനസ്സിലാവും. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രണയത്തെക്കുറിച്ച്, നീ വലിച്ചെറിഞ്ഞു കളയുന്ന ഒരു മനോഹര ജീവിതത്തെക്കുറിച്ച്, നീ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന നമ്മുടെ ബന്ധത്തെക്കുറിച്ച്. അത് നഷ്ടപ്പെടുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. കൂടെ നിർത്തണം എന്നുള്ളൊരു മോഹം എനിക്കില്ല. ദയവേദി ഇനി എന്നെ ശല്യം ചെയ്യരുത്.
എല്ലാം എനിക്കറിയാം. എൻ്റെ അമ്മയോട് നിനക്കുള്ള ദേഷ്യവും ഞങ്ങളുടെ കുടുംബത്തോടുള്ള വെറുപ്പും വെച്ചുകൊണ്ടാ നീ എന്നെ വേണ്ട എന്ന് പറയുന്നതല്ലേ ചാരു. പക്ഷെ ഈ കാരണങ്ങളുടെയൊക്കെ പേരിൽ ഞാൻ എൻ്റെ പ്രണയം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല ചാരു. ജീവിക്കാൻ പോകുന്നത് നമ്മളൊന്നിച്ചാ. നമ്മുടെ ലോകത്ത് ഈ പറയുന്നതിനൊന്നും ഒരു സ്ഥാനമില്ല. അത് നീ ഒന്ന് മനസ്സിലാക്ക. എന്തായാലും നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ മേഘനടുത്തോട് പറയാൻ പോവാ. ചേച്ചിയോട് പറയില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തന്നതാ, അത് മറന്നുപോയോ? മുൻകൂട്ടി ചിന്തിക്കാൻ പക്വതയില്ലാതെ തൽക്കാലത്തെ പേടിയുടെ പേരിൽ നീ എന്നെ കൊണ്ട് അന്ന് അങ്ങനെ സത്യം ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ആ വാക്കിന് വലിയ വിലയില്ല ചാരു. നിന്റെ ഈ ആവശ്യത്തിലും ന്യായമില്ല. അപ്പൊ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എന്താ ഉള്ളേ? എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഏട്ടത്തിയോട് പറഞ്ഞേ പറ്റൂ. ബൈ. വിവേക്, വിവേക് പ്ലീസ്, വിവേക് നിക്ക പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവിടെ നിക്ക വിവേക്, വിവേക്. അല്ലെങ്കിൽ തന്നെ എന്റെ മേഘനേച്ചിക്ക് ഇപ്പോ താങ്ങാവുന്നതിലധികം പ്രശ്നങ്ങളുണ്ട്. ചേച്ചി ഗർഭിണിയല്ല എന്ന് വീട്ടുകാരെ അറിയുമ്പോ ഉണ്ടാവുന്ന പൊട്ടിത്തെറിയെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ എന്റെ നെഞ്ച് കനല് വാരിയിട്ട പോലെ പൊള്ളുക. ഇതിനിടയ്ക്കൂടെ വിവേക് ചെന്ന് ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞാ അതിലൊട്ടും ഔചിത്യം ഉണ്ടാവില്ല. ചേച്ചിക്ക് ഉള്ള പ്രശ്നങ്ങൾ തന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. ഞാനിപ്പോ എന്താ ചെയ്യാ? വാ, ഇങ്ങോട്ട് വെച്ചേക്ക്. ഇനി പോയിക്കോ. മഞ്ജരി, എന്താ ഇതൊക്കെ? അച്ഛമ്മ ഗസ് ചെയ്ത് നോക്കി. എന്തോ പൊടികളാണെന്ന് തോന്നുന്നല്ലോ. എന്തിനാ ഇപ്പൊ ഇതൊക്കെ? എന്താ മഞ്ജരി ഇവിടെ ഒരു ബഹളം? എന്താ ഇതൊക്കെ? ആന്റിയും കൊള്ളാലോ. നാളെ ഹോളി ഉത്സവമാണെന്നുള്ള കാര്യം എല്ലാവരും മറന്നുപോയി അല്ലേ? ഓ, നാളെ ഹോളിയാണല്ലേ? ഇത് ഇപ്പൊ നന്നായേ. കളർഫുൾ ആയിട്ട് ആഘോഷിക്കേണ്ട ഉത്സവത്തെ പോലും നിങ്ങൾ എല്ലാവരും കൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമെന്നാണല്ലോ തോന്നുന്നേ. ലൈഫ് കളർഫുൾ ആയിരിക്കണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കളർഫുൾ ഫെസ്റ്റിവൽസും നടത്തണം. നീ പറയുന്നത് വരെ ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും ഓർമ്മ വന്നിരുന്നില്ല. അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഞാൻ ഈ വിധത്തിൽ ഓർമ്മിപ്പിച്ചത്. നാളത്തെ നമ്മുടെ ഹോളി സെലിബ്രേഷൻസ് എന്നും ഓർമ്മിക്കും വിധത്തിലാവണം. അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ ഭാരത് ടൗൺഷിപ്പ് പ്രോജക്ട് കിട്ടിയതിന്റെ സെലിബ്രേഷൻ നമ്മളിതുവരെ ആഘോഷിച്ചില്ലല്ലോ. അതിലും പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്. ഈ വീടിനൊരു അനന്തരാവകാശം വരാൻ പോവല്ലേടാ. നമുക്കതും ഇതും കൂടി ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ എന്താ? നാളെ ചാരു കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അവളില്ലാത്ത ഹോളി എനിക്ക് നിറങ്ങളില്ലാത്ത ഉത്സവം. ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാവരും ഓരോ രീതിയിൽ ആഘോഷിക്കുക. പക്ഷേ എന്നും ഓർമ്മയിൽ നിൽക്കും വിധത്തിൽ നമുക്കിത് നാളെ അടിച്ചു പൊളിക്കണം. മഞ്ജരിയുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നല്ലോ. അതെന്താണെന്നുള്ളതും ആരെ മുക്കാനുള്ളതാണെന്നും ആർക്കറിയാം. മിഥുൻ, നാളെ ഓഫീസ് ഉണ്ട്, പോയേ തീരൂന്നും പറഞ്ഞ് എക്സ്ക്യൂസസ് ആയിട്ടൊന്നും വന്നേക്കരുത് കേട്ടോ. നാളത്തെ ആഘോഷത്തിൽ എല്ലാവരെക്കാളും മുൻപന്തിയിൽ നീയും ഉണ്ടായിരിക്കണം കേട്ടോ. ഷുവർ മഞ്ജരി, നീയായിട്ട് എന്നെ മനഃപൂർവ്വം മാറ്റി നിർത്താതിരുന്നാ മതി. മഞ്ജരി ഹോളി ആഘോഷിക്കാൻ ഇത്രയും ഉത്സാഹം കാണിക്കുന്നുണ്ടെങ്കിൽ അവൾ എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ആർക്കിട്ടുള്ള പണിയായിരിക്കും എന്റെ ഈശ്വര. എന്നാ പിന്നെ നിറങ്ങളുടെ ലോകത്ത് മുങ്ങിക്കുളിക്കാൻ എല്ലാവരും നാളെ വെള്ള വസ്ത്രങ്ങളും ധരിച്ചു വരണം. ഓഹോ, അപ്പോ നാളെ ഇവിടെ ഒരു സെലിബ്രേഷൻ മൂഡാണല്ലേ? മുന്നറിയിപ്പില്ലാത്തൊരു ഭൂകമ്പം സൃഷ്ടിച്ച് ഇവരുടെ സെലിബ്രേഷൻ കൊളവാക്കുന്ന കാര്യം ഞാൻ ഏറ്റു.
മഞ്ജരി, എന്താ നാളത്തെ ഹോളി ആഘോഷത്തിനിടയ്ക്ക് നീ എന്തോ പത്മവ്യൂഹം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ? അതാരെയോ ഉന്നം വെച്ചോണ്ടാണെന്ന് അറിയാം, ആരാണെന്ന് മാത്രം മനസ്സിലായിട്ടില്ല. ആന്റി എത്ര ഭംഗിയായിട്ട് എന്റെ മനസ്സ് വായിച്ചെടുക്കുന്നേ. നിന്നെ എനിക്കറിഞ്ഞൂടെ? കാര്യമില്ലാതെ ഇത്രയും ഇൻവോൾവ്മെന്റോട് കൂടി നീ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കോ മഞ്ജരി? നാളെ നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന് നീ എല്ലാവരോടും പറഞ്ഞപ്പോ തന്നെ നീ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയതാ. അതിരിക്കട്ടെ, ആരെയാ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? വേറെ ആരായിരിക്കും ആന്റി? ആന്റിക്കായാലും എനിക്കായാലും ടാർഗറ്റ് ഒരാളല്ലേ ഉള്ളൂ, അതാ മേഘന തന്നെയാ. ദാറ്റ്സ് നൈസ്. എങ്കി പറ, എന്താ നിന്റെ പ്ലാൻ? ഞാനും കൂടി ഒന്ന് അറിയട്ടെ. എങ്ങനെയാ ഇവിടെ മേഘനയെ ടാർഗറ്റ് ചെയ്യാൻ പോന്നെ? നാളത്തെ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പല പ്രോഗ്രാംസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ മറവിലൂടെ മേഘനയുടെ മനസ്സിലുള്ള സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമായത്. അതുപോലെ അവളുടെ ദിവ്യഗർഭത്തെക്കുറിച്ചും ആ ഗർഭത്തിൽ വളരുന്ന മായാഭ്രൂണത്തെക്കുറിച്ചും എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരണം. ഗ്രേറ്റ്. കിട്ടുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കാതെ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ വേണ്ടേ ആന്റി? എന്റെ വഴിയിലൊരു മഹാപർവ്വതമായി തടസ്സമായി നിൽക്കില്ലേ ആ മേഘന? ആ പർവ്വതത്തെ തുരന്നുകൊണ്ട് വേണം എനിക്ക് എന്റേതായ പാതയുണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ വീണ് കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതെ എന്റെ പ്രയത്നം ഞാൻ തുടരും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് തടയാതിരിക്കൂ. ഈ പ്രാവശ്യം പ്രയോഗിക്കുന്ന അസ്ത്രം കുറിക്ക് കൊള്ളുമെന്നാണോ? അത് പിന്നെ പറയാനുണ്ടോ ആന്റി? നാളത്തോടെ മേഘനയുടെ ഈ കഥാപാത്രത്തിന് ഈ കഥയിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവാൻ പോകുന്നത്. മിഥുന്റെ കാഴ്ചപ്പാടിൽ മേഘന എന്ന കഥാപാത്രത്തിനോട് ഇനി വെറുപ്പ് മാത്രമായിരിക്കും. അതോടുകൂടി നന്ദൻ കുടുംബത്തിലെ മേഘനയുടെ സ്ഥാനത്തിന് തിരശ്ശീല വീഴും. പിന്നീട് ആ സ്ഥാനത്ത് തുടരാൻ പോകുന്നത് ഞാനായിരിക്കും. അതിരിക്കട്ടെ, എന്താ നീ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ തന്നെ അത് പറഞ്ഞ അതിന്റെ സർപ്രൈസ് പോയില്ലേ? നാളെ ആന്റി അത് കാണാൻ പോവല്ലേ? എനിഹൗ, നിന്റെ പ്ലാൻ സക്സസ് ആവാൻ എന്റെ പ്രാർത്ഥനയുണ്ടാവും. താങ്ക് യു സോ മച്ച് ആന്റി. അപ്പോ നാളെ ആ നന്ദൻ കുടുംബം മൊത്തം നിറങ്ങളുടെ ഉത്സവത്തിൽ മുങ്ങിക്കുളിക്കാൻ പോവുകയാണല്ലേ? അതെ അമ്മാവ, ഹോളി ആഘോഷിക്കാനായിട്ട് അവിടെ വലിയ ഒരുക്കങ്ങൾ നടക്കുക. അവരാഘോഷങ്ങളുടെ ഒരുക്കങ്ങളുടെ തിരക്കിൽ വ്യാപൃതരാകട്ടെ. അപ്പൊ നമ്മളിവിടെ മിഥുൻ നന്ദനെ ഭാരത് ടൗൺഷിപ്പ് പ്രൊജക്ടിൽ നിന്ന് പൊക്കാനുള്ള പ്രിപ്പറേഷൻസ് നടത്തും. അമ്മാവ, എന്തു വന്നാലും ശരി, ഈ ഹോളി ആഘോഷത്തെ മറയാക്കിക്കൊണ്ട് ആ മിഥുൻ നന്ദന് ഇരുപ്പതൊരു പണി കൊടുക്കണം. അവനെന്ന് തടസ്സം മാറിക്കിട്ടിയ എല്ലാവരും കൊതിക്കുന്ന ഭാരത് ടൗൺഷിപ്പ് പ്രൊജക്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കും. കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ എങ്ങനെയാ പ്ലാൻ ചെയ്യാൻ പോകുന്നേ? ആ മിഥുനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മാവ? എടാ ആകാശ, ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴാ നമ്മൾ തല പുകഞ്ഞിങ്ങനെ ആലോചിക്കേണ്ടത്. പക്ഷെ ഒരുത്തനെ മുക്കാനുള്ള പ്ലാൻ ആവുമ്പോ അവിചാരിതമായ അവസരങ്ങൾക്കായി കാത്തിരിക്കണം. അവന്റെ അന്ത്യത്തിനുള്ള മാർഗം നാളെ എപ്പോഴെങ്കിലും നമ്മളുടെ മുന്നിൽ തെളിയും. ഇത്തരം കാര്യങ്ങളിൽ അമ്മാവൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അമ്മാവന്റെ ചുവട് പറ്റി നടന്നാ മതി ഇത്തരം അറിവുകൾ നേടാൻ. ഞാനിപ്പോ അതാ ചെയ്തോണ്ടിരിക്കുന്നതും. നീ എന്റെ പാതകങ്ങൾ പിന്തുടരാൻ തുടങ്ങിയ എല്ലാം നീ തന്നെത്താനെ പഠിച്ചോളൂ. എന്തായാലും എന്റെ അനന്തരവനല്ലേ നീ. നീ എന്നാ ഡോക്ടർ സുരേഷിനെ വിളിച്ചിട്ട് ആ ഫോണൊന്നതാ. അപ്പൊ ഞാനെന്താ ചെയ്യാൻ പോകുന്നെന്ന് നിനക്ക് തനിയെ മനസ്സിലായിക്കോളൂ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യ്, എന്റെ അമ്മാവന് സംസാരിക്കാനുണ്ട്. ഇന്നാ അമ്മാവ. മിഥുൻ, നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശീതയുദ്ധത്തിൽ നാളെയൊരു അനക്കൊണ്ടയെ പോലെ നിന്നെ വിഴുങ്ങിയിരിക്കും. നീ അതിന് തയ്യാറായിരുന്നോ?
വലിച്ച കുറെ നാളെ എനിക്കൊരു സംശയം തോന്നിയിട്ട്. എന്താടാ നിന്റെ ആ സംശയം? ഈ ഹോളി എന്ന് പറയുമ്പോഴേ എല്ലാരും പല നിറങ്ങൾ വാരി എറിഞ്ഞ് കളിക്കും. സത്യത്തിൽ ഹോളി നമ്മൾ എന്തിനാ ആഘോഷിക്കുന്ന വലിച്ച? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു സംശയം തോന്നിയിട്ടില്ല. അത് അടിപൊളിയായിട്ടുണ്ട്. മമ്മി, മോമന് വല്ലതും അറിയാവോ എന്തിനാ എല്ലാവരും ഈ ഹോളി ആഘോഷിക്കുന്നതെന്ന്? അതൊന്നും എനിക്കറിയില്ലടാ. എല്ലാവരും നിറങ്ങൾ വാരി എറിഞ്ഞ് കളിക്കുമ്പോ ചെറുപ്പം തൊട്ട് ഞങ്ങളും അത് ചെയ്തു. എന്റെ അറിവിൽ ഹോലി ആഘോഷം ഇത്രയൊക്കെ ഉള്ളൂ. മോമനോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ. ഏട്ടത്തി, ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ ഏട്ടത്തിക്ക് തന്നെ കഴിയും. പവിത്രമായ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാ ഈ രാധാകൃഷ്ണന്റെ ഫോട്ടോ നമ്മൾ പൂജിക്കുന്നത്. അവരുടെ പ്രണയം അത്രയേറെ മഹത്തരമായ ഒന്നായിരുന്നല്ലോ. ആ അത്യപൂർവമായ പ്രണയത്തിന്റെ പ്രതീകമായിട്ടാണ് എല്ലാവരും ഹോളി ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പലതരം വർണ്ണങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴവില്ല് പോലൊരു വലയം സൃഷ്ടിക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ പല വശങ്ങളെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയാ. വാവ്, അടിപൊളി ഉത്തരായിരുന്നു. മോം, അത് കേട്ടില്ലേ? ചോദിച്ചു കഴിയും മുമ്പ് ഉത്തരങ്ങ് കിട്ടിയില്ലേ? അച്ചമ്മയ്ക്ക് അറിയായിരുന്നു? എനിക്കതൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞാവ കടന്നു വരാൻ പോവല്ലേ. അവന്റെ വരവിന്റെ സൂചനയായിട്ടാ നമ്മൾ ഇത് ആഘോഷിക്കുന്നതെന്നാ എന്റെ വെയ്പ്പ്. രാഹുവിന് പെയ്തു കൂട്ടെന്ന പോലെ മരുമകളുടെ ജാതകത്തിന്റെ പ്രഭാവത്തിനൊപ്പം അവരുടെ ഗർഭത്തിലെ ശിശുവിന്റെ ജാതകവും കൂട്ടായിരിക്കുന്നു. ആ രണ്ട് ജാതകവും രണ്ട് വിഷസർപ്പങ്ങളെ പോലെ മിഥുന്റെ ജീവൻ അപഹരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്.